വാഹനം ഓടിക്കുന്ന ഭണി നക്ഷത്രക്കാരും ഒന്ന് ശ്രദ്ധിക്കുന്ന വളർന്നതാണ്. പൂർവ്വജന്മത്തിൽ നിന്ന് ഒരു ദോഷം. ഈ മഴക്കാലമായതുകൊണ്ട് മഴയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ വാഹനത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാകാതെയും അശ്രദ്ധമായി വണ്ടി ഓടിക്കാതിരിക്കുകയും ചെയ്യണം. നല്ലൊരു കഥയാണ്. ഈ മകൻ ഉണ്ടാക്കുന്ന കടം തീർക്കാനായിട്ട് അലയുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവർ കോടതിയിൽ കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനൊരു മകനില്ല, ഇങ്ങനൊരു മകൻ്റെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു കോടതിയിലേക്ക് പോവുകയാണ്. എന്നെ വിളിച്ച് കരഞ്ഞു. നമസ്കാരം. മക്കൾ ഉണ്ടാകുന്നത് എന്തിനാണ്? വാർദ്ധക്യകാലത്ത് അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും വംശം നിലനിർത്താനും. ഇങ്ങനൊരു വംശം ഉണ്ടായിരുന്നു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെട്ടു പോകാനും എന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകുന്ന വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മളറിയും, അപ്പൂപ്പന്മാരെ നമ്മളറിയും. അതിനപ്പുറത്തേക്കുള്ളവരെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ അന്വേഷിക്കാറ് പൂർവികരെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ 7 തലമുറയിലെ ആൾക്കാരെ മരിച്ചുപോയവർക്ക് ശ്രാദ്ധം നടത്താറുണ്ട്. പിതൃമോക്ഷം ഹൈന്ദവതയിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ അങ്ങനെ ഹൈന്ദവത മാത്രമല്ല, ബലികർമ്മങ്ങൾ ചെയ്യാൻ ധാരാളം പേര് വരാറുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ന് എന്നെ വിളിച്ച ഒരു മാതാവ് പൊട്ടിക്കരയുകയാണ്. 70 വയസ്സ് 75 വയസ്സ് പ്രായമായി ഇവരെ ഭാര്യയ്ക്കും ഭർത്താവിനും. ഒരേ ഒരു മകൻ, അവനെ ലാളിച്ച് വളർത്തിയതാണ്, നല്ല വണ്ണം വിദ്യാഭ്യാസം കൊടുത്തതാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവൻ വഴിതെറ്റി. അവൻ കൂട്ടുകാരോടൊപ്പം അവൻ്റേതായിട്ടൊരു ലോകം കണ്ടെത്തി. സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ടുള്ള അവൻ്റെ ലോകത്തിലൂടെ സഞ്ചരിച്ച് താറുമാറായി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവൻ നാട്ടുകാരിൽ നിന്നെല്ലാം പണം കടം മേടിക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, പോലീസുകാർ വിളിക്കും. ഒരു ദിവസം കിടന്നുറങ്ങാൻ വയ്യ. ഒരുപാട് പ്രശ്നങ്ങൾ ഈ അച്ഛനമ്മ വാർദ്ധക്യം മരണാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു 70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ കടന്നു പോകുന്ന മരണാവസ്ഥയിലൂടെയാണ്. ഇപ്പോൾ 60 വയസ്സാണെങ്കിലും രോഗദുരിതങ്ങളായിട്ടൊക്കെ മനുഷ്യർ ജീവിക്കുമ്പോൾ ആകെയുള്ള ഒരു മകൻ കാണിക്കുന്ന ഒരു അവസ്ഥ, അച്ഛനമ്മമാരോട് കാണിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള കൃത്യം. പണം കടം മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് മേടിച്ചോളാൻ പറയുക. ഈ അച്ഛൻ, പ്രായമായ അച്ഛൻ, നല്ലൊരു കഥയാണ്. ഈ മകൻ ഉണ്ടാക്കുന്ന കടം തീർക്കാനായിട്ട് അലയുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവർ കോടതിയിൽ കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനൊരു മകനില്ല, ഇങ്ങനൊരു മകൻ്റെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു കോടതിയിലേക്ക് പോവുകയാണ്. എന്നെ വിളിച്ച് കരഞ്ഞു. ആ അമ്മ വിളിച്ച് കരഞ്ഞു. സത്യം പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുതെന്ന് പറയും. സ്നേഹമുള്ള മക്കളൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരമ്മ, ഒരു കുട്ടിയെ മാത്രമേ അനുഭവയോഗമുള്ളൂ. ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഇപ്പോൾ അവസാനം ജനിച്ച ഒരു കുട്ടി, ആ കുഞ്ഞ് ഗർഭസ്ഥ ശിശുവിൽ നിന്ന് അത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. അതിന് രോഗാവസ്ഥയിലായി എറണാകുളത്തെ ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ കുട്ടി വെന്റിലേറ്ററിലാണ്. ദിവസവും പണമുണ്ടാകുകയാണ്. അതിൻ്റെ ആയുസ്സിനെക്കുറിച്ച് അറിയാൻ അതിൻ്റെ അമ്മ വിളിച്ചു. സ്വാമി, ഞങ്ങളുടെ പണമില്ല എന്ന് പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഞങ്ങളെ കുട്ടിയെ വിട്ടുതരാൻ പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല. അങ്ങനെ അവർക്ക് തരാനുള്ള അവർക്കതിനെ സാധിക്കില്ല. അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അമ്മ പൊട്ടിക്കരയുവാണ്. നമുക്ക് ഓരോ ദിവസവും കൊടുക്കാൻ, നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും നിവർത്തിയില്ല. കടബാധ്യതകൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ 5 കുട്ടികളെ പ്രസവിച്ചിട്ട് ഒരു കുട്ടിയേ ഉള്ളൂ. 5ാമത്തെ കുട്ടിയാണിത് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കുട്ടി വെന്റിലേറ്ററിലാണ്. ശ്വാസമില്ല. ഈ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ശ്വാസമുള്ള കുട്ടിയെ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഈ പണം മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ആ കുട്ടിക്ക് ഇല്ലെങ്കിൽ അവർക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ അവർക്ക് ആ പണം കൊടുക്കാനില്ല. അവിടുത്തെ ഇതടയ്ക്കാൻ ഉള്ള നിവൃത്തിയില്ല. കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം. അമ്മയുടെ പൊട്ടിക്കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതിൽ കേൾക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമോ? ജീവനോട് കിട്ടുമോ സ്വാമി? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയില്ല. നിങ്ങൾ അധികൃതരോട് പറഞ്ഞു, ഞങ്ങൾക്ക് പണം തരാനില്ല, ഞങ്ങൾ കുട്ടിയെ വേറെ എവിടെയെങ്കിലും സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. എന്തിനാണ് ഇത്രയും വലിയ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഡോക്ടർമാർ ചെന്നാലുടൻ ഒരു വിഭാഗം ഡോക്ടർമാർ, ഞാൻ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ആദ്യമേ ചോദിക്കും രോഗത്തിന്. പിന്നെ മരുന്നുകളൊക്കെ അങ്ങനെയാണ്. പണത്തിൻ്റെ മൂല്യവും ഇട്ടേക്കുന്ന ഷർട്ടിൻ്റെ മൂല്യവും നോക്കി ഒരു രോഗിയുടെ ചികിത്സ നിങ്ങൾ തീരുമാനിക്കരുത്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ്.
നമുക്ക് അർഹതയുള്ളത് മാത്രമേ നേടാവൂ. ഒരു രോഗമായിട്ട് ഒരാൾക്കൊരു രോഗം വന്നാൽ ആ രോഗവുമായിട്ട് ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവർ അർഹതയുള്ളത്, അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത്, അല്ലെ, ജീവിച്ചിരിക്കണം. ജീവിതത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജീവിച്ചിരിക്കാൻ, ഇത്രയും കാലം ജീവിച്ചിരിക്കുക. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലും മരിക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യർ ഒരു നല്ല ശതമാനമുണ്ട്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളോട് കിടപിടിക്കാൻ പറ്റാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടി മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും കൊണ്ട് എന്നോട് ഒരുപാട് പേര് പറയും, സ്വാമി മരിക്കാനേ ഉള്ളൂ മാർഗം, ഞാൻ ചത്തുപോകും സ്വാമി, എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്ന് പറയുന്ന നിരവധി പേരുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് മരിക്കാൻ പറ്റില്ല. ചിലർ മരിക്കും, ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ടല്ലേ, ജീവിതം വേണ്ടാന്ന് വയ്ക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ കുട്ടി പിന്നെ ഇവരുടെ ഒരു മാനസികാവസ്ഥ ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളിൽ നിറയുന്ന കണ്ടില്ലേ. അവയവങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന, മനുഷ്യൻ്റെ അവയവങ്ങൾ വിറ്റ് കാശാക്കുന്ന ആശുപത്രികൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ, അതുകൊണ്ടുണ്ടാക്കുന്ന പണം ഉണ്ടാക്കുന്നവർ, അതിൻ്റെ ഏജൻറ്റുമാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പണം അനുഭവിക്കാൻ സാധിക്കുമോ? അർഹതയില്ലാത്ത പണം. നമുക്ക് അർഹതയില്ലാത്തത് എന്തും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അത് ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിൻ്റെ അവസാന കാലം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് സഹിക്കാനും താങ്ങാനും പറ്റാത്തതിനപ്പുറത്തേക്കാണ്. അന്ന് അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ, നമ്മളെ കൂടെ വന്നവരാരും കാണൂല. ഈ പണം നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വെറും പേപ്പറാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ മേശപ്പുറത്ത് കുറേ പണം ഉണ്ടായിട്ട് എന്തൊരു കാര്യം? ബാങ്കിൽ കുറേ പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? നോക്കാൻ ആളില്ലാതിരുന്നാൽ എന്താണ് കാര്യം? അർഹതയില്ലാത്ത പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും ഇതേപോലെ അർഹതയില്ലാതെ പണം ഉണ്ടാക്കുന്നവരും മനുഷ്യൻ്റെ ദുരിതങ്ങൾ ചൂഷണം ചെയ്യുന്നവർക്കും ഒക്കെ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, വേദനാജനകമാണ്. അത് അവരുടെ കുടുംബത്തിലും ബാധിക്കും. കുടുംബം മൂന്നാം തലമുറയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാനിത് പറയുന്നത് എന്നെ ഇന്ന് വിളിച്ച രണ്ടുപേരുടെ, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുഃഖം ഒരു മകൻ കാട്ടിച്ചു കൂടുന്നത്, ആ അമ്മയുടെ ദുഃഖം, കോടതി വരാന്തകളിൽ പോയി നിൽക്കേണ്ട അവസ്ഥ, കേസ്, കോടതി വ്യവഹാരങ്ങൾ. മറ്റേത് ഒരു കുട്ടി ജനിക്കാൻ, ഒരു കുട്ടിയും കൂടെ ജനിച്ചു, ഒരു കുട്ടിയുണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ യോഗമേ ഉള്ളൂ, ഈ കുട്ടിയും കൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പക്ഷേ നിങ്ങൾ അവിടെ ഈ ആശുപത്രിയിൽ നിങ്ങൾക്ക് ബാക്കി അവിടുത്തെ പണം കൊടുത്തു പോകാനുള്ള ധാരണ ഇല്ലെങ്കിൽ, ഉള്ള അവസ്ഥയില്ലെങ്കിൽ അവരോട് ഈ കാര്യം പറയാം. കറഞ്ഞിട്ടും അവർ വിട്ടുകൊടുക്കുന്നില്ല. അതിന് നിയമപരമായ എന്തോ തടസ്സമുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ നമ്മൾ കാണുകയും കലിയുഗത്തിൽ ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ രാത്രി 9:30 മണിയായി. ഞാൻ ടീച്ചറും മാത്രമല്ലേ വെമ്പായത്തുള്ളൂ, കല ടീച്ചറും. ഞാനിപ്പോൾ ആണെങ്കിൽ നോവൽ 2 നോവൽ എഴുതുകയാണ്. അടുത്ത മാസം 2 പുതിയ നോവലുണ്ട്. എഴുത്തൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു മാന്ത്രിക നോവൽ എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതൊരു 10-15 അധ്യായമായി. രാവിലെ എഴുന്നേറ്റ് എഴുതും, രാത്രിയും കുറച്ച് നേരം എഴുതും. ടീച്ചർ ആ നേരം വീണയൊക്കെ വായിച്ചുകൊണ്ടിരിക്കും ഒരു മൂഡിന് വേണ്ടിയിട്ട്. ഞാനെന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തൊരു ഫോൺ വന്നു. എന്താണ്? ഒരു പെൺകുട്ടിയാണ്. അവൾ പറയുന്നത്, സ്വാമി എൻ്റെ അനിയത്തിക്ക് ഒരു വസ്തുവുണ്ട്. ആ വസ്തു ഇതിന് അടുത്തൊരു സർപ്പക്കാവുണ്ട്. അവിടെ 10-17 സെൻറ്റിനോ 20 സെൻറ്റിനകത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വീട് വയ്ക്കാൻ പോവുകയാണോ? അതെ, വീട് വെക്കാൻ പോവുകയാണ്. അവിടെ വീട് വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് കേൾക്കുന്നത് ഒരു ആംബുലൻസ് അലറിപ്പാഞ്ഞ് ഭയങ്കര വേഗത്തിൽ ഒരു ആംബുലൻസ് പോകുന്നതും നായ്ക്കൾ ഓരിയിടുന്നതുമാണ്. ഞാൻ ചോദിച്ചു, കേൾക്കുന്നുണ്ടോ ഇതെന്താണെന്ന്? ഞാൻ എന്താണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്? നാഗമുള്ള സ്ഥലത്ത് ഒരു വീട് വെക്കണം. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? ഒരു ആംബുലൻസ്, ശവവണ്ടി അല്ലേ, രോഗാവസ്ഥയിലോ മരണാവസ്ഥയിലുള്ള ഒരു രോഗിയെ കൊണ്ട് പോകുന്ന ഒരു ആംബുലൻസ്. പിന്നെ അതിനോടൊപ്പം നായ്ക്കളുടെ ഓലിയിടലാണ്. ഒരു കാരണവശാലും അവിടെ വീട് വെക്കാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു കുടുംബ സ്വത്താണ്, വേറെ മാർഗമില്ല. അവിടെ പാമ്പ് കൊത്തി ആരുണ്ട്? അപ്പം 1-2 പേരുടെ പേര് പറഞ്ഞു. യാതൊരു കാരണവശാലും അത് നാഗങ്ങളുടെ സ്ഥലമാണ്, നാഗങ്ങളുടെ വാസസ്ഥലമാണ്, അവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഞാനിത് പറയുമ്പോൾ എന്നാൽ പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നാഗങ്ങളെക്കുറിച്ചും കൊന്നവരെക്കുറിച്ചും ഒക്കെ പറയുന്നത് മറ്റൊരാൾ ഇന്ന് രാവിലെ വിളിച്ചു. അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒരു വളരെ പ്രത്യേക സ്ഥലമാണ്, അത് നാഗഭൂമിയാണ്, അവിടെ നാഗങ്ങൾക്കുള്ള സംരക്ഷണമാണ് വേണ്ടത്, അതുകൊണ്ട് അവിടെ വീട് വെച്ചത് അബദ്ധമാണ്. ആ വീടുകളിൽ ഒരുപാട് ദോഷം ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. രാത്രി 2 പാമ്പ് വന്ന് കയറി അടിച്ചു കൊന്നു. അടിച്ചു കൊന്നതിൻ്റെ ദുരിതം, നാഗത്തിനെ കൊന്നാൽ അത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കും സ്വാമി. എന്നെ വന്ന് കണ്ടിട്ടുള്ള ആളാണ്. ഞാനതിന് മറുപടി പറയാൻ പോയില്ല. എന്ത് മറുപടി പറയണം?
മനുഷ്യന് പാമ്പിനെ പേടിയാണ്, നാഗങ്ങളെ പേടിയാണ്, അതിനെ കണ്ടാൽ ഭയക്കും അല്ലേ? അതിൻ്റെ രൂപം, അതിൻ്റെ പണമുയർത്തും, അതിൻ്റെ ചീറ്റലോ കാണുമ്പോൾ മനുഷ്യർ അടിച്ചു കൊല്ലും. പക്ഷെ അടിച്ചു കൊന്നാലുണ്ടാകുന്ന പരിണിത ഫലം കൂടെ ഞങ്ങളെപ്പോലുള്ളവരിങ്ങനെ പറയും. കാരണം അതിൻ്റെ ഒരുപാട് ഫലങ്ങൾ. എൻ്റെ അടുത്തൊരു സുന്ദരിയായ പെൺകുട്ടി വന്നു, വീട്ടിലാണ് വന്നു, ഒരു ദിവസം വിളിച്ചിട്ട് അതിൻ്റെ അമ്മയായിട്ട് വന്നു. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കും, പക്ഷേ അതിൻ്റെ വിവാഹമാകുന്നില്ല. വിവാഹമാകാത്തത് കൊണ്ട് വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും നടക്കുമോ, അതിന് വല്ല മുടക്കമുണ്ടോ എന്നറിയാനായിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് സമുദായത്തിൽപ്പെട്ടതാണ്? അപ്പോൾ അവരവരുടെ സമുദായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന വീട് ആരുടെ വീടായിരുന്നു? ഞങ്ങൾ പുതിയ വീട് വെച്ചതാണ്. ഈ പുതിയ വീട് വെച്ചെടുത്ത് പഴയ വല്ല വീടും ഉണ്ടായിരുന്നു? ആ പഴയ വീടുണ്ടായിരുന്നു. അത് ആരുടെ ആയിരുന്നു? അത് ഹിന്ദുക്കൾ, അതുപോലെ നായന്മാർ താമസിച്ചിരുന്ന വീടാണ്. അതിന് മുമ്പ് ആരുടെ ആയിരുന്നു? അത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ കുട്ടിയുടെ സ്കിന്നിന് വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ആ കുട്ടി എൻ്റെ കാലെനിക്ക് കാണിച്ചു തന്നു. നമ്മൾ സഹിക്കില്ല, അഴുകിപ്പോയിരിക്കുന്നു. അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ വെളുത്ത ശരീരത്തിൽ ഈ തുണി കൊണ്ട് കെട്ടിയേക്കാണ്. അത് മാംസം അടർന്നു പോവുകയാണ്. എന്താ പരിഹാരം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ നാഗത്തിനെ വേവിച്ച സ്ഥലമാണ്, വെന്തുരുകിയ സ്ഥലമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറുക. നിങ്ങളിതിന് ചികിത്സയില്ല, ഇതിൻ്റെ മരുന്ന് ഫലിക്കില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിക്കുമ്പോഴും പറയും, സ്വാമി ഇങ്ങനെ നാഗത്തിനെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. നാഗമില്ലാത്ത സ്ഥലമുണ്ട്? ഉണ്ട്. ഉത്തമമായ സ്ഥലങ്ങളിലേക്ക് സർപ്പക്കാവുകളിൽ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്താൽ അവിടെ വീട് വെച്ചാൽ ബുദ്ധിമുട്ട്. അപ്പം മറ്റേ കുട്ടി, ഇന്നലെ വിളിച്ച കുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല സ്വാമി പോകാൻ, വേറെ സ്ഥലമില്ല, ഇതേ ഉള്ളൂ, ഇവിടെ ചെയ്യരുത്. അപ്പോൾ അവരെന്തൊക്കെ പാമ്പിനെ സ്പർശിച്ച കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ ജീവിക്കണ്ടേ അതിനകത്ത്? എന്തു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഒരു പട്ടാളമായിട്ട് ബന്ധപ്പെട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വന്ന ഒരാൾ, അദ്ദേഹത്തിന് ഈ പാമ്പിനെ കാണുമ്പോൾ അലർജിയാണ്. അടിച്ചു കൊല്ലുക എന്നുള്ളതാണ് പുള്ളിയുടെ ജോലി. ഞാൻ അടിച്ചു കൊന്നുള്ളൂ, എന്നെ കിട്ടിയാൽ പുള്ളി ഇതിൻ്റെ പുറകെ പോകും. പിന്നെ ഒരു ഭ്രാന്താണ്, ഇതിനെ അടിച്ചു കൊന്ന് ചതച്ച് അതിൻ്റെ തല കുത്തിപ്പിടിച്ച് അതിൻ്റെ കണ്ണുകളൊക്കെ പുറത്ത് കളയുന്നവരെയാണ്. അവസാനം എന്താണ്? കണ്ണ് കാണാൻ വയ്യ. ഇദ്ദേഹത്തിന് 2 കണ്ണും എങ്ങനെ കാണാൻ വയ്യ? എങ്ങനെയാണോ നാഗത്തിൻ്റെ തല ഇങ്ങനെ കുത്തിപ്പിടിച്ച് എൻ്റെ 2 കണ്ണും വെളിയിൽ പോകുമ്പം ആനന്ദം കൊണ്ടിരുന്നത്, അതേപോലെ ഇദ്ദേഹത്തിന് 2 കണ്ണും പുറത്തേക്ക് വന്നു, കാഴ്ചയില്ലാതായി. ഭാര്യ കൈപിടിച്ചാൽ നടക്കണേ. അതിന് പരിഹാരമുണ്ടോ? ഞാൻ പറഞ്ഞു, കുക്കി സുബ്രഹ്മണ്യ ശാസ്ത്രത്തിന് പരിഹാരമില്ല. എത്രയോ നാഗങ്ങളെ അടിച്ചു കൊല്ലുകയല്ല, മാത്രമല്ല കൊന്നിട്ട് അതിൻ്റെ പത്തിയിൽ കുത്തിപ്പുറത്ത് എൻ്റെ കണ്ണ് വെളിയിലെടുത്ത് കളഞ്ഞ് മനുഷ്യരെയൊക്കെ നമ്മൾ എന്തിനു പറയണം? എന്തൊരു ക്രൂരമായ വിനോദമാണ് ഇവർ ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാതിരുന്നുകൂടി? ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ വന്നിട്ട് നാഗത്തിനെ തൊടരുത്, നാഗത്തിനെ ഉപദ്രവിക്കരുതെന്ന് പറയും. അതിനെ വേണമെങ്കിൽ സ്വാമിയെ 10 ചീത്തയും പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾ എന്നെ അനുഭവിക്കേണ്ടി വരില്ലേ? ഇത് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്? ദൈവത്തെ ഓർത്തി നാഗഭൂമിയിൽ നിങ്ങൾ നാഗത്തിനെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുക. നാഗഭൂമിയിൽ കയറി ഒന്നും ചെയ്യരുത്, നാഗത്തിനെ ഒന്നും ചെയ്യരുത്. നാഗം അങ്ങനെ കൊത്തില്ല. നാഗം കൊത്താൻ യോഗ്യതയുള്ളവനെ മാത്രമേ കൊത്തുള്ളൂ. നാഗത്തിനെ ഉപദ്രവിക്കാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഈ നാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കുക്കി സുബ്രഹ്മണ്യത്തിൽ പോയി സർപ്പ സംസ്കാരം പൂജ, വേറെ ഒരിടത്ത് പോയിട്ടും കാര്യമില്ല. എൻ്റെ തലേദിവസം തലക്കാവേരി പോയി കുളിക്കണം. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാർക്കും ഇതിന് പരിഹാരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ തലവിധി മാറ്റുക. വിധി മാറുന്ന സ്ഥലമാണ്, കൈലാസമാണ് തലക്കാവേരി എന്ന് പറയുന്നത്. കൈലാസത്തിൻ്റെ ശക്തിയുള്ള സ്ഥലമാണ്. കാവേരി നദി ഇങ്ങനെ ഉത്ഭവിച്ച് വരുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള ഔഷധ ജലമാണ്. അതൊരു വലിയ മഹാനദിയായിട്ട് ഇങ്ങനെ ഒഴുകും. അവിടെ പോയി ആ കുളത്തിലിറങ്ങി കുളിച്ച് തലയിൽ വെള്ളം ഒഴിച്ച് വിധി മാറ്റുക, കുറേയൊക്കെ മാറും എന്ന് നമ്മുടെ വിശ്വാസം അല്ലേ. പൂജ പരിഹാരങ്ങളെക്കാൾ എനിക്ക് വിശ്വാസമുള്ള അത്തരം കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് അത് ഈ കുക്കി സുബ്രഹ്മണ്യത്തിലെ സർപ്പ സംസ്കാര പൂജ കൂടെ ചെയ്താൽ ബാക്കി കുറച്ച് രോഗങ്ങൾ നമുക്ക് വരും, 6-1 ദോഷം നമുക്ക് വരും. പക്ഷേ എന്നാൽ പോലും നമുക്കൊരാശ്വാസം കിട്ടും എന്നുള്ള കാര്യത്തിനകത്തൊരു സംശയമില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. മനുഷ്യന് ദുഃഖങ്ങളല്ലേ ഉള്ളൂ, വേദനകളല്ലേ ഉള്ളൂ. ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ്. അവൾ കല്യാണം കഴിക്കില്ല, കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. അവൾക്ക് നല്ല ജോലി കിട്ടി, വേറൊരു സ്ഥലത്തേക്ക് പോയി. ഞാൻ സ്ഥലം പറയുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ കുട്ടിക്ക് വല്ല ബന്ധമുണ്ടോ? ഇല്ല സ്വാമി, അങ്ങനെ വല്ല ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ബന്ധമില്ലെങ്കിൽ ആ കുട്ടിക്കൊരു ബന്ധം കാണുന്നുണ്ടല്ലോ. അയ്യോ സ്വാമി, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. ഒടുവിൽ എന്താണ് എങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സ്വാമി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. ആ കുട്ടി ദേഷ്യപ്പെട്ട് എന്നെ വിളിച്ചു. എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മമ്മയുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്?
എനിക്ക് വേറെ ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലക്ഷണശാസ്ത്ര പ്രകാരം നിങ്ങൾ വിളിച്ച സമയം വെച്ചും നിങ്ങൾ ഒരു ഭാര്യ മരിച്ച പുരുഷനോടൊപ്പം ജീവിക്കണം എന്നാണ്. അത് തെറ്റാണെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഭാര്യ മരിച്ച ഒരു ഭർത്താവിനോടൊപ്പം നിങ്ങൾ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ കുട്ടി സൈലൻ്റായി. ഞാൻ പറഞ്ഞതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ കുഴപ്പമുണ്ട് അദ്ദേഹത്തിന്? അങ്ങനെയായി. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ 33 വയസ്സായ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോഴും ആലോചനയായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അവർ കുറേ ഗൃഹനിലകൾ കൊണ്ടുവന്നു. ഞാൻ പരിശോധിച്ചിട്ടൊന്നും ഉപകാരമായിട്ടുള്ള ഒന്നുമില്ല, നിങ്ങളുടെ ജീവിതമായിട്ടുള്ളതില്ല. പക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനുമായിട്ട്, ഭാര്യ മരിച്ച ഒരു പുരുഷനുമായിട്ട് ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടാകുന്ന, ഞാൻ അവരോട് പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ, കാരണം നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും പ്രതീക്ഷയാണ്. എന്ത് പരിഹാരം ചെയ്താലാണ് സ്വാമി എൻ്റെ മകൾക്കൊരു വിവാഹം നടക്കുന്നത് എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? നിങ്ങൾ പറയൂ, ഞാനിങ്ങനെ വിവാഹം കഴിഞ്ഞ് ഭാര്യ മരിച്ചുപോയ, ക്യാൻസർ ബാധ വന്ന് മരിച്ചുപോയ ഒരു സ്ത്രീയോടൊപ്പം കഴിയുകയാണ് നിങ്ങളെന്ന് പറഞ്ഞു നോക്കൂ അച്ഛനമ്മമാരോട്. അവരത് കേൾക്കും. അപ്പോൾ അത് കേൾക്കില്ല സ്വാമി, അവർക്ക് വേറെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതുപോലെ ഇദ്ദേഹം അവർ ഭയങ്കര നായർ പ്രമാണിമാർ കുടുംബത്തിലുള്ളതാണ്, നായർ സ്പിരിറ്റ് ഉള്ളവരാണ്. നായരല്ലാതെ വേറെ ആൾ അച്ഛൻ സംസാരിക്കണം എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മായാധിക്കാരനെ ഒരാളെ വിവാഹം കഴിച്ചു ഞാൻ സഹിക്കത്തില്ല. സ്വാമി എന്തെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടോ? എന്ത് പരിഹാരമാണ്? നിങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അച്ഛനമ്മമാർ അറിയാതെ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നു അല്ലേ? അവർ അച്ഛനമ്മമാർ കല്യാണം ആലോചിക്കുകയാണ്. ഇത് കഷ്ടമാണ്. സന്താനങ്ങളില്ലാതിരിക്കുന്നത് ഒരു കണക്കിന് നല്ലത്. ഇതിനകത്ത് ഞാനിത് പറയുമ്പം വേറൊരു സന്താനത്തിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾ നടുങ്ങിപ്പോകും. എന്തിന് പറയുന്നു? അച്ഛൻ അങ്ങ് ക്രെഡിറ്റോട് കൂടി പറയും, എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമില്ല സ്വാമി. എന്നോടൊന്ന് പറയുകയാണ്, അവന് വലിയ ജോലിയൊക്കെയാണ്, അവൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, അവൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല, സുഹൃത്തുക്കളോടൊപ്പം പിന്നെ സൗഹൃദങ്ങളില്ല, പിന്നെ അച്ഛനും അമ്മയും ഇഷ്ടമുള്ള കല്യാണം കഴിപ്പിച്ചോളാനാണ് പറയുന്നത്. അവർ പറഞ്ഞ് 2-3 പെൺകുട്ടികളെ ഇവൻ പോയി നോക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയിട്ട് എന്തായി? എന്തോ ഒരു പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പയ്യനൊന്ന് കാണാൻ പറ്റൂ? ഞാൻ ആ പയ്യനെ കണ്ടു. അപ്പോൾ ഞാൻ അച്ഛനോടൊന്ന് വെളിയിലോട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? സ്വാമി ചോദിക്കേ. ഈ സ്ത്രീകളോട് വലിയ താല്പര്യമില്ലല്ലേ എന്ന് ചോദിച്ചു. അടാനും ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, മോൻ്റെ ഹോർമോൺസിനൊരു കുഴപ്പമുണ്ട്, മോൻ കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇല്ലേ? ആൺകുട്ടികളോടാണ് ഇഷ്ടവും സ്നേഹവും, അവരോട് സംസാരിക്കുന്നത്. വേറെ ദുശീലങ്ങളും ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആൺകുട്ടികളോട് മാത്രമാണ് സ്നേഹിക്കാനും അവരോടൊപ്പമാണ് ജീവിക്കാനും അവരോടൊപ്പമാണ് കഴിയാനും, അല്ലേ? ഈ കഴിയാനുമില്ല, അവരോടൊപ്പമാണ് സൗഹൃദം കൂടാനും ഒക്കെ മോന് അതേ ഇഷ്ടമുള്ളൂ. അപ്പം അച്ഛനമ്മമാരോട് പറയട്ടെ വിവാഹം ആലോചിക്കണ്ട എന്ന്. സ്വാമിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് സ്ത്രീകളെ ഇഷ്ടമില്ല. അവൻ്റെ സ്ത്രൈണഭാവവും അവൻ്റെ സംസാരവും അവൻ്റെ രീതിയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് വേറെ കണ്ണേറ്റ് ഉപാസനയൊന്നും വേണ്ട. ഞാൻ ആ അച്ഛനമ്മമാരെ വിളിച്ചു പറഞ്ഞു, തൽക്കാലം അവനെ വിവാഹം ആലോചിക്കണ്ട. ഇങ്ങനെ പോയാൽ ഒരു 4 വർഷത്തിനകം നിങ്ങൾ മകന് ഒരു പുരുഷനെ അന്വേഷിക്കേണ്ടി വരും. കാരണം അവ സ്ത്രീയാകും. നടുക്കിപ്പോയി അവർ. കാരണം അവൻ രാത്രി ഉറങ്ങുന്നത് സ്ത്രീ വേഷം, സാരി ഉടുത്തിട്ടാണ് ഉറങ്ങുന്നത്. പൊട്ടിടും, മുടിയൊക്കെ വളർത്തി ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർ ഇതൊന്നും അറിയില്ല. അല്ല, അവന് പണ്ടേ കുട്ടിക്കാലത്തെ അങ്ങനെയാണ് ഇല്ലേ? കുട്ടിക്കാലത്തെ അവൻ്റെ രീതികളൊക്കെ, ഡാൻസിന് പഠിക്കുക, പാട്ട് കേൾക്കുക, വളയിടുക, ഇതൊക്കെ അവൻ്റെ ശീലമായിട്ടുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല സ്വാമി, വേറെ ദോഷ സ്വഭാവമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടി സ്ത്രീയുടെ സ്ത്രൈണഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൺകുട്ടിക്കാണ് ഒരു പെൺകുട്ടി ആലോചിക്കുന്നത്. അയാൾ പെൺകുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ? നമ്മളൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഒരു വലിയ ഒരു വിഭാഗം അങ്ങനെ തന്നെ ഉണ്ട്. അവന് എന്ത് ഇഷ്ടമാണ് കല്യാണം കഴിക്കില്ല. എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് അയാളൊരു 3 വർഷം കൊണ്ട് അവൻ ഉത്തമനായ ഒരു പെൺകുട്ടിയായിട്ട് മാറും. അച്ഛനമ്മമാർ സഹിക്കൂ?
ഒരു വിധിയാണ്. വിധി എന്ന് പറഞ്ഞ രണ്ടക്ഷരം. വിധികർത്താവിന് പോലും വിധിയെ മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ രുദ്രസിംഹാസനം സിനിമയിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കേട്ട് എനിക്ക് മനസ്സിലായി. വസ്തുക്കൾ വിൽക്കുന്ന കാര്യം, വിറ്റിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ, കടബാധ്യതകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യവും എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞ സമ്പന്നമായിട്ടുള്ള ആരും എൻ്റെ അടുത്ത് വരുന്നതേ ഇല്ല. ഒരു പ്രശ്നമില്ല സ്വാമി, സന്തോഷമായിട്ടിരിക്കണു, സ്വാമിയെ ഒന്ന് കാണാൻ വന്നെന്ന് പറഞ്ഞ് ഒരാളെങ്കിലും എൻ്റെ അടുത്തോട്ടൊന്ന് വരണം എന്ന് ഞാൻ ക്ഷമയോടുകൂടി എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത മനുഷ്യർ ഒരു ദിവസമെങ്കിലും കാണാനോ, ഒരു ദിവസമെങ്കിലും അവരെന്നെ ഒന്ന് വിളിക്കാതിരുന്നെങ്കിലെന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. എന്തോരം കഷ്ടപ്പാടുകളാണ്. ഒരാളില്ല. എന്നാലും വേറൊരു ഭാര്യയെ വിളിച്ചിട്ട്, ഭർത്താവ് കല്യാണം കഴിച്ചു, അവരൊരു അനാഥാലയത്തിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ്. അനാഥാലയത്തിൽ ജീവിച്ച് അവർക്ക് 3 പെൺകുട്ടികളുണ്ടായി. ഈ ഭർത്താവ് പോയി മറ്റൊരു അനാഥാലയത്തിൽ ജീവിച്ച് അച്ഛനമ്മമാർ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ്. അപ്പോൾ അവർ 2 പേരും മരിച്ചു. ഒരു പയ്യനെ ഒരാളെ വിവാഹം കഴിപ്പിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായി. ഇവരുടെ അച്ഛനമ്മ മരിച്ചതിന് ശേഷം ഇവരുടെ സ്വത്തും പണവും എല്ലാം കൊണ്ട് ഇവൻ പോയി വേറൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയൂല. ഒരു തുച്ഛമായ പണം കൊണ്ട് അവർ ജീവിക്കുകയാണ്. സ്വാമി, എൻ്റെ മക്കളുടെ ഭാവി എന്താവും, ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെങ്കിലും ഒരിക്കൽ ഈ മറ്റൊരു സ്ത്രീയോടൊപ്പം പോയ ഇയാൾ തിരിച്ചു വരുമോ സ്വാമി? ഒരു പെൺകുട്ടി ചോദിക്കുവാണ്. ഞാനാണെങ്കിൽ എഴുതാതിരിക്കുവാണ്, നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കും, ലാൻഡ് ഫോൺ എടുക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കും. ഒരു ഫോൺ കാണാനില്ല, വീണ്ടും എവിടെ കൊണ്ടിട്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. 8921497390 എന്ന നമ്പർ കാണാനില്ല. അപ്പോൾ അതിൽ വിളിക്കരുത് ആരും. 8606666646 അതിലെ വിളിക്കാവോ, മറ്റേ വിളിച്ചാൽ കിട്ടൂല. അങ്ങനെ ദുഃഖങ്ങളുടെ ഒരു ലോകത്തൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിഷമമുണ്ട്, നമുക്കൊരു പരിഹാരവും പറഞ്ഞു കൊടുക്കാനും പരിഹാരങ്ങളില്ല. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആകെയുള്ളത് പിതൃദോഷങ്ങളാണ്. മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾ കേൾക്കാനുള്ള ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ ആറ്റിങ്ങിൽ വെച്ച് ഗണോത്സവ പുരസ്കാരം ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് പോയിരുന്നു. ഒരുപാട് പേര് വന്ന് DNA ചാനൽ കാണുന്നതിനെക്കുറിച്ചും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത് നിർത്താൻ വയ്യാതായി. ലോകത്ത് നടക്കുന്ന ഇത്രയും വിചിത്രമായ കാര്യങ്ങളെന്ന് നമുക്ക് പറയണ്ടേ? ഈ ലോകം ഇങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഒരാൾ ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ അറിയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അഗ്നി കത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, ഞാൻ വെറുതെ വിളിച്ചതാണ്. സ്വാമി സുഖമായിട്ടിരിക്കണമെന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭരണി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഭരണി ധരണി പോലെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇങ്ങനെ വന്നു കയറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും ആരോഗ്യപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന വരികയോ, രക്തത്തിൽ രോഗാവസ്ഥ, പ്രമേഹം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. തലയ്ക്ക് പെരുപ്പുണ്ടാവുക, കഴുത്തിന് മുകളിലുള്ള രോഗാവസ്ഥ ഉണ്ടാകുക, ഇതൊക്കെയാണെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ഭരണി നക്ഷത്രങ്ങൾ ചിന്തിക്കണം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, കൊടുത്ത പണം തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ പണം കൊടുക്കാനുള്ളവരൊന്ന് ബുദ്ധിമുട്ടിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചു കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഓഗസ്റ്റ് കഴിയുമ്പോൾ അതിനൊരു മാറ്റം വരും. ചിട്ടിയൊക്കെ പെൻഡിങ്ങുണ്ട്. വസ്തു വല്ലതും ജാമ്യം വെച്ചിരിക്കണമെങ്കിൽ ഭരണ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഭരണി നക്ഷത്രക്കാർക്ക് വരും. ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ, വിവാഹം നടക്കുന്ന കാര്യത്തിൽ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ ആ വിവാഹം നടത്താനോ, ഉത്തമമായ വിവാഹം കിട്ടാനോ, പെൺകുട്ടികളാണെങ്കിൽ ആ പ്രണയബന്ധം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട വരാൻ പോകുന്ന 7 ദിവസം അത്ര അനുകൂലമല്ല. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്ന വളരെ നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഗുരുവായൂരും ദർശനം നടത്തുന്നതോ, ഭഗവാൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്ക് മാറ്റം വരും. അച്ഛനമ്മമാരുമായിട്ട് ശണ്ട ഉണ്ടാക്കാതിരിക്കുക. ഭരണി നക്ഷത്രത്തിൽ പെൺകുട്ടികൾ ഭർത്താക്കന്മാരും കുട്ടികളുമായിട്ട് വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. ഒരു വഴക്കാളി സ്വഭാവം ഈ വരുന്ന 7 ദിവസത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിലോ, സ്വർണം പണയം വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. ആരോഗ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. തലമുടികൾ പൊഴിഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. സർപ്പദോഷം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണം. സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം. പുള്ളവും പാട്ട് പാടുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്രയാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 7 ദിവസത്തെ ഫലങ്ങൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ മാറ്റമുണ്ടാകുന്നു. പൂർവ്വജന്മം പറയുമ്പോൾ തന്നെ മാറ്റങ്ങൾ വരുന്നുള്ളതുകൊണ്ട് വരാൻ പോകുന്ന എല്ലാ നക്ഷത്രങ്ങളും വരാൻ പോകുന്ന 7 ദിവസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഈ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രക്തം പൊടിയാതെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കൈകാലുകൾ മുറിയുക,
രക്തം വീഴുക, ഇതങ്ങനെയുള്ള കാര്യങ്ങൾ ഈ 7 ദിവസം ഉള്ളതുകൊണ്ട് ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ഭണി നക്ഷത്രക്കാരോ ഒന്ന് ശ്രദ്ധിക്കുന്ന വളർന്നതാണ്. പൂർവ്വജന്മത്തിൽ നിന്നൊരു ദോഷം. ഈ മഴക്കാലമായതുകൊണ്ട് മഴയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ വാഹനത്തിൽ നിന്ന് വീഴ്ച ഉണ്ടാകാതെയും അശ്രദ്ധമായി വണ്ടി ഓടിക്കാതിരിക്കുകയും ചെയ്യണം. ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.